പൗരത്വ നിയമചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ സുപ്രീംകോടതി ചൊവ്വാഴ്ച വാദം കേൾക്കും. എല്ലാ ഹർജികളും പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി രജിസ്ട്രിക്ക് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും നൽകിയ അപേക്ഷകളിലാണ് നടപടി. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സുപ്രീംകോടതി സ്വീകരിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാരിന് നിർണായകമാണ്. പൗരത്വ ഭേദഗതി നിയമചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിക്കാരുടെ അടിയന്തര ആവശ്യം. ഇതിന്മേൽ ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കാനാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. ഡിവൈഎഫ്ഐയും മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തലയും നൽകിയ അപേക്ഷയിലാണ് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ആകെ 237 ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. കേരളം ഉൾപ്പെടെ നൽകിയ എല്ലാ ഹർജികളും ചൊവ്വാഴ്ച പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇതിനുള്ള നിർദ്ദേശം സുപ്രീംകോടതി രജിസ്ട്രിക്ക് നൽകി. പൗരത്വ നിയമചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തെ കേന്ദ്ര സർക്കാർ എതിർത്തു. പൗരത്വം നൽകുന്നതിനെ എതിർക്കാനാവില്ലെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വാദം. പൗരത്വ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. 2019 നിയമം പാസാക്കിയെങ്കിലും ചട്ടങ്ങൾ രൂപീകരിച്ചിരുന്നില്ല. നിയമം ഉടൻ നടപ്പാക്കില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. ഇതിന് വിരുദ്ധമായാണ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതെന്നും നിയമവും ചട്ടങ്ങളും ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണെന്നുമാണ് ഹർജിക്കാരുടെ വാദം. നിയമം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം ഉൾപ്പെടെ നൽകിയ ഹർജി 2020 തന്നെ സുപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചട്ടങ്ങൾ രൂപീകരിക്കാത്ത സാഹചര്യത്തിൽ വിശദമായ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി നീട്ടിവെക്കുകയായിരുന്നു. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.